ഹലോ ഫ്രണ്ട്സ്, ആർട്ട് ആൻഡ് അഷ്റഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് റെസൊല്യൂഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. തുടക്കക്കാരായിട്ടുള്ള ഡിസൈനേഴ്സിലെ വലിയൊരു സംശയമാണ് നമ്മുടെ വർക്കുകൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് റെസൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ബിസിനസ് കാർഡ് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് ബാനർ ഡിസൈനിങ് അല്ലെങ്കിൽ വലിയൊരു ഹോർഡിങ്സ് വർക്കിൻ്റെ റെസൊല്യൂഷൻ എത്രയാണ് എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കാറുണ്ട്. അപ്പോൾ ഇത്തരം വർക്കുകളുടെയൊക്കെ റെസൊല്യൂഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ്, റെസൊല്യൂഷൻ, കളർ മോഡ്, ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫ്ലെക്സ് ബാനർ ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ നാട്ടിൽ ഫ്ലെക്സ് ബാനർ തുടങ്ങിയ ഫീറ്റ് കണക്കിലാണ് ചെയ്യാറുള്ളത്. ഫീറ്റ് എന്ന് പറഞ്ഞാൽ അടി എന്നും പറയാറുണ്ട്. അതായത് 10, 10, 10, 8, 6, 4, 10 അടി, 5 അടി എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു അടി, അതായത് ഒരു ഫീറ്റ് എന്ന് വെച്ചാൽ 12 ഇഞ്ച്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 10 × 6 അടി, 10 × 6 ഫീറ്റിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കത് ആ അളവ് ഇഞ്ചിലേക്ക് മാറ്റുക, അത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഈ ന്യൂ ഡോക്യുമെൻറ്റിൽ ഇവിടെ ഇഞ്ചസിലേക്ക് മാറ്റുന്നു. ഇവിടെ വിഡ്ത്ത് 120 ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഹൈറ്റ് 6 അടിയാണ്. ഇവിടെ 72 കൊടുക്കുന്നു. ഇനി അതിൻ്റെ റെസൊല്യൂഷൻ സാധാരണ ഫ്ലെക്സ് ഷോപ്പുകളിൽ ചെയ്യാറുള്ള റെസൊല്യൂഷൻ 72 ആണ്. ചില ഭാഗങ്ങളിലൊക്കെ 60 റെസൊല്യൂഷൻ കൊടുത്തിട്ടും ചെയ്യാറുണ്ട്. എങ്കിലും കൂടുതൽ കണ്ടുവരാറുള്ളത് 72 റെസൊല്യൂഷൻ തന്നെയാണ്. നിങ്ങൾ 72 റെസൊല്യൂഷൻ കൊടുക്കുക. ഇവിടെ കളർ മോഡ് പ്രിൻറ്റിംഗ് ആവശ്യങ്ങൾക്കുള്ള എല്ലാ വർക്കുകളും CMYK കളർ മോഡിലാണ് ചെയ്യാറുള്ളത്. നമ്മളിവിടെ CMYK കളർ മോഡ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ 10 × 6 ഫീറ്റിൻ്റെ ഒരു ഡോക്യുമെൻ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ ഫ്ലക്സ് അല്ലെങ്കിൽ ബാനറൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഇത് തുടക്കക്കാർക്കും കൂടി ഉപകാരപ്പെടും വിധം വളരെ ലളിതമായിട്ടാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ചില ഡൗട്ടുകൾ തോന്നാം. ചിലയിടത്ത് 600 റെസൊല്യൂഷൻ, 700 റെസൊല്യൂഷൻ എന്നൊക്കെ കേൾക്കാറുണ്ട്. അതെന്താണെന്നൊക്കെ ചില ഡൗട്ടുകൾ തോന്നാം. അത് വേറൊന്നുമല്ല, ഇതേ സംഭവം തന്നെ വേറൊരു രീതിയിലും കൂടെ ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള രീതിയിൽ കൂടെ ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ Ctrl+N അടിച്ചിട്ട് വീണ്ടും ഒരു ന്യൂ ഡോക്യുമെൻ്റ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പോലെ 10 × 6 ഫീറ്റിൻ്റെ ഒരു ബോർഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 120 ഇഞ്ചസിലാക്കുന്നത് പകരം 10 ഫീറ്റാണല്ലോ. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇവിടെ 10 എന്ന് തന്നെ കൊടുക്കുന്നു. ഇവിടെ ഇഞ്ചസാണ്, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, ഫീറ്റിലേക്കൊന്നും ആക്കണ്ട. അപ്പോൾ 10 ഇഞ്ചസ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 6 ഫീറ്റാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ഡയറക്റ്റായിട്ട് 6 കൊടുക്കുന്നു. ഇനി ഇവിടെ റെസൊല്യൂഷൻ കൊടുക്കേണ്ടത് ശ്രദ്ധിക്കുക, 864, 864 ആണ് കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ചിലയിടങ്ങളിൽ ഇത് 600 കൊടുക്കാറുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നേരത്തെ നമ്മൾ 72 കൊടുത്ത അതേ റെസൊല്യൂഷൻ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 864 തന്നെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 2 ഡോക്യുമെൻ്റ് ഉണ്ട്. ഇത് നമ്മൾ 72 റെസൊല്യൂഷൻ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻ്റാണ്. ഇത് 864 കൊടുത്തിട്ടുള്ള ഡോക്യുമെൻ്റാണ്. ഇത് രണ്ടും ഒരേ റെസൊല്യൂഷനിലാണ് കിടക്കുന്നത് എന്ന് കാണാം. അതായത് ഇവിടെ 72 × 12 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം 864. ഇത് തന്നെ 600 റെസൊല്യൂഷൻ ചിലർ കൊടുക്കാറുണ്ട്. അതിൽ താഴെയും കൊടുക്കാറുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. ഒരുപാട് വലിയ രീതിയിലുള്ള ഹോർഡിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ റെസൊല്യൂഷൻ കുറഞ്ഞു വരാറുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്ലക്സ് അല്ലെങ്കിൽ ബാനറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ
ഒരു ഉദാഹരണം കൂടെ കാണിക്കാം. നമ്മളിവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു, ജസ്റ്റ് അതിനൊരു കളറും കൊടുക്കുന്നു. ഇവിടെ ഒരു ബോക്സിനകത്ത് ഒരു കളർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഈ ഡോക്യുമെൻ്റ് മുഴുവനായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വർക്കായിരിക്കാം. ഇവിടെ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബോക്സ് അതിൻ്റെ അളവ് കാണാൻ ഇവിടെ കുറച്ച് വൈറ്റ് ഉണ്ട്, ഇവിടെ കുറച്ച് വൈറ്റ് ഭാഗം കാണാനുണ്ട്. ഈ ബോക്സ് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ 72 റെസൊല്യൂഷൻ കൊടുത്ത വർക്കിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അത് കൃത്യമായിരിക്കും എന്ന് നമുക്ക് കാണാം ഇവിടെ. അതായത് ഈ ഒരു 2 വർക്കുകളും തുല്യ റെസൊല്യൂഷനിലാണ് നിൽക്കുന്നത്. അതായത് 2 പ്രിൻ്റ് ചെയ്താലും തുല്യമായിട്ടുള്ള ക്ലാരിറ്റി ആയിരിക്കും റിസൾട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 2 രീതിയിലാണ് സാധാരണ പ്രിൻറ്റിംഗ് ഷോപ്പുകളിൽ ചെയ്യാറുള്ളത്. ഇത് ഏത് രീതിയിൽ ചെയ്യണമെങ്കിലും നമുക്ക് തുല്യ റിസൾട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ പോസ്റ്റർ വർക്കുകൾ അല്ലെങ്കിൽ ഫ്ലയർ, വിസിറ്റിംഗ് കാർഡ്, ബിസിനസ് കാർഡ് ഇതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ ഒരു വിസിറ്റിംഗ് കാർഡ് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റെസൊല്യൂഷൻ വരുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ അളവ് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുന്നു. വിസിറ്റിംഗ് കാർഡിൻ്റെ ശരിയായിട്ടുള്ള സൈസ് നമ്മുടെ കേരളത്തിലൊക്കെ ചെയ്യുന്ന സൈസാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്. 9 സെൻറ്റിമീറ്ററാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ അളവിൽ ചെറിയ മാറ്റം വരാറുണ്ട്. 9 ഇൻറ്റു 5.5 സെൻറ്റിമീറ്ററൊക്കെ വരാറുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ 5.3 സെൻറ്റിമീറ്ററാണ് വരാറുള്ളത്. ഇവിടെ 9 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 5.3 സെൻറ്റിമീറ്ററിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ റെസൊല്യൂഷൻ 300 ആണ് വേണ്ടത്. കളർ മോഡ് നേരത്തെ പറഞ്ഞ പോലെ CMYK ലീവ് ചെയ്യുന്നു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മാർജിനൊക്കെ കൊടുത്തിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇനി ഒരു പോസ്റ്റർ ആണെങ്കിലും A4, A3 ഒക്കെ സൈസിലുള്ള പോസ്റ്റർ ആണെങ്കിലും നമ്മളതിൻ്റെ അളവ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തതിന് ശേഷം 300 റെസൊല്യൂഷനിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. നമ്മളിവിടെ ഒരു A3 സൈസാണ് എടുക്കുന്നതെങ്കിലും നമുക്ക് 300 റെസൊല്യൂഷനിൽ തന്നെ ചെയ്യണമെന്നില്ല. നമുക്കിവിടെ വേണമെങ്കിൽ 200 റെസൊല്യൂഷനിലും ചെയ്യാവുന്നതാണ്. കാരണം അതിനകത്ത് ഒരുപാട് ഇമേജുകളും ടെക്സ്റ്റുകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വർക്കാണെങ്കിൽ അത് നമ്മുടെ സിസ്റ്റം ഹാങ് ആയി പോകാനൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് 200ലും ചെയ്യാവുന്നതാണ്. ഇനി അതല്ല 300ലും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി A3 സൈസിൽ മുകളിലുള്ള സൈസുകളൊക്കെ നമുക്ക് 200ൽ ചെയ്യാവുന്നതാണ്. ഇനി ഒരു വെഡ്ഡിംഗ് ആൽബമാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ന്യൂ ഡോക്യുമെൻ്റ് എടുത്തിട്ടുണ്ട്. വെഡ്ഡിംഗ് ആൽബങ്ങൾ പല സൈസിലുള്ളതുണ്ട്. ഇവിടെ നമ്മളൊരു 16x12 ഇഞ്ചിലുള്ളതാണ് കാണിക്കുന്നത്. വിഡ്ത്ത് 16 ഇഞ്ച്, ഹൈറ്റ് ഒരു 12 ഇഞ്ച്. ഇവിടെ ഒരു മിനിമം റെസൊല്യൂഷൻ ഒരു 200എങ്കിലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. സാധാരണ 300 റെസൊല്യൂഷനിലും വെഡ്ഡിംഗ് ആൽബങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ കളർ മോഡ് RGB കളർ മോഡിലാണ് വെഡ്ഡിംഗ് ആൽബങ്ങൾ ചെയ്യാറുള്ളത്. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഫ്ലക്സ് ബാനറിൽ തന്നെ ഹോർഡിങ്സ് ബോർഡുകളുടെയൊക്കെ ഒരു റെസൊല്യൂഷനാണ്. ഹോർഡിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കാണാറുള്ള ഈ ജ്വല്ലറി, ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഒക്കെ വലിയ രീതിയിലുള്ള പരസ്യ ബോർഡുകളെയാണ്. അതിനായിട്ട് നമ്മളിവിടെ ഒരു ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്കൊരു 30 ഫീറ്റ് ഇൻറ്റു 20 ഫീറ്റ് വലുപ്പത്തിലുള്ള ഒരു ഫ്ലക്സ് ബോർഡാണ് വേണ്ടതെങ്കിൽ നമ്മളുടെ അളവ് ഇഞ്ചസിലേക്ക് മാറ്റുകയാണ്. 30 ഇൻറ്റു 12 ഇവിടെ 360 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ വിഡ്ത്ത് ഒരു 360 ഇഞ്ച് കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ 20 ഇൻറ്റു 12 240 ഇഞ്ചാണ്. ഇവിടെ 240 ഇഞ്ച് കൊടുക്കുന്നു. ഇവിടെ റെസൊല്യൂഷൻ ഒരു 30-40 ഒക്കെ മതിയാകും. നമ്മളിവിടെ ഒരു 40 റെസൊല്യൂഷൻ കൊടുക്കുന്നു. ഇത്രയും സൈസിലുള്ള ഒരു വർക്കിന് നമ്മൾ നേരത്തെ പറഞ്ഞ 72 റെസൊല്യൂഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അത് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അത് ഹാങ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മളവിടെ 30-40 റെസൊല്യൂഷൻ കൊടുക്കുക. ഇനി നമ്മളൊരു 40 റെസൊല്യൂഷൻ കൊടുത്തതിന് ശേഷം വർക്ക് ചെയ്യുമ്പോൾ അത് ഹാങ് ആയിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മളതിൻ്റെ റെസൊല്യൂഷൻ കുറച്ച് കൊണ്ടുവരാവുന്നതാണ്.
അതിനായിട്ട് നമ്മൾ Ctrl+Alt+I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസൊല്യൂഷൻ ഇമേജ് സൈസ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഇവിടെ വരും. ഇവിടെ നമുക്ക് ഇഞ്ചസിലേക്ക് മാറ്റിയാൽ അവിടെ നമ്മളെ സൈസ് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ 40 റെസൊല്യൂഷൻ ഒരു 30 ആക്കിയിട്ട് കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ 30ലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വർക്കുകൾക്ക് ഇങ്ങനെ 30, 20 ഒക്കെ റെസൊല്യൂഷൻ മതിയാകും. കാരണം ഇത് ഒരുപാട് ഒരു 30 അടി, 40 അടി, 50 അടിയൊക്കെ അകലെ നിന്ന് കാണുന്ന വർക്കുകളാണ്. ഇനി നമ്മളൊരു 6 ഫീറ്റ് ഇൻറ്റു 4 ഫീറ്റിൻ്റെ ഒരു ഫ്ലക്സ് ആണെങ്കിൽ അത് നമ്മൾ ഏതാണ്ട് ഒരു 2 മീറ്റർ അകലെ നിന്ന് കാണുന്ന വർക്കായിരിക്കും. അപ്പോൾ ഇത്രയും അകലെ നിന്ന് കാണുന്ന വർക്കിന് അത്രയും അതിൻ്റെ ഒരു ക്ലാരിറ്റി അത്രയും മതിയാക്കും. അത് ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ അതിൻ്റെ കാഴ്ച കൃത്യമായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലാരിറ്റിയിൽ നമുക്ക് വളരെ പെർഫെക്ഷൻ തോന്നുന്നത്. അതായത് ഒരു 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് വളരെയധികം ക്ലാരിറ്റി ആയിട്ട് നമുക്ക് അനുഭവപ്പെടാമെങ്കിലും അതിന് തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിക്സലുകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും അകലെ നിന്നുള്ള കാഴ്ചക്ക് ആ ഒരു റെസൊല്യൂഷൻ മതി എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. റെസൊല്യൂഷനെ പറ്റി പറയുമ്പോഴെല്ലാം സാധാരണ PPI അഥവാ പിക്സൽ പെർ ഇഞ്ച് എന്നത് കടന്നു വരാറുള്ളത് കൊണ്ട് ഈ വീഡിയോയിൽ അതേപ്പറ്റി പറയുന്നില്ല. ആവശ്യമെങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ അതേപ്പറ്റി പറയുന്നതായിരിക്കും. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള വർക്കുകളിൽ എങ്ങനെയാണ് റെസൊല്യൂഷൻ കൊടുക്കുന്നത് എന്നതിനെപ്പറ്റി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്.